ഫത്ഹു മക്കയുടെ സന്ദർഭത്തിൽ ഇക്രിമയും കൂട്ടുകാരും മക്കയിൽ നിന്ന് നാട് വിട്ടു പോവുകയാണ്. ഒരു കപ്പലിലാണ് യാത്ര. വഴിയിൽ വെച്ച് കാറ്റും കോളും വന്നു. കപ്പൽ അപകടത്തിൽപ്പെടുന്ന സന്ദർഭമുണ്ടായി. എല്ലാവരോടും പ്രാർത്ഥിച്ചു, രക്ഷപ്പെട്ടില്ല. അവസാനം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. കപ്പൽ രക്ഷപ്പെടുകയാണ്. ആ സമയത്ത് ഇക്രിമയുടെ ചിന്തയിലേക്ക്, മനസ്സിലേക്ക് അല്ലാഹുവിന്റെ ആ സത്യമാർഗത്തിന്റെ പ്രകാശം കടന്നു വരുന്നു. ഇക്രിമ ചോദിച്ചു, എന്തിനാ നമ്മൾ മക്കയിൽ നിന്ന് പോന്നത്? മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ആരോടാ പ്രാർത്ഥിച്ചത്? ഏതൊരു അല്ലാഹുവിനെ ആരാധിക്കണമെന്നാണോ? ഏതൊരു അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്നാണോ? ഏതൊരു അല്ലാഹുവിനെ മാത്രം ആരാധ്യനായി കാണണമെന്നാണോ മുഹമ്മദ് നമ്മോട് പറയുന്നത്? ആ അല്ലാഹുവിനോടല്ലേ നമ്മൾ പ്രാർത്ഥിച്ചത്? എങ്കിൽ ഇനി ആ അല്ലാഹു മതി എന്റെ ജീവിതത്തിൽ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇക്രിമ ഇസ്ലാം സ്വീകരിക്കുന്നത്, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. വിശുദ്ധ ഖുർആൻ അവരുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. വഇദാ ഗശിയഹും മൗജുൻ കല്ലുലലി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വഇദാ ഗശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കടലിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ വലിയ തിരമാലകൾ വന്ന് തങ്ങളുടെ കപ്പൽ അപകടത്തിൽപ്പെടുമെന്ന് തോന്നുന്ന സമയത്ത് ദഅവുല്ലാഹ് അവരല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ, കപടന്മാരായിട്ടല്ല, മറിച്ച് ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി അവരല്ലാഹുവിനോട് മാത്രം ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അവര് മറ്റെല്ലാറ്റിനെയും കൈയൊഴിഞ്ഞു. അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളെയും കൈയൊഴിഞ്ഞ്, എല്ലാ ശക്തികളെയും ഒഴിവാക്കി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അവർ. വീണ്ടും നാം ആലോചിക്കുക, ഇവരെന്തൊക്കെയാ ഇപ്പൊ ചെയ്തത്? അല്ലാഹുവാണ് സൃഷ്ടാവെന്ന് അംഗീകരിച്ചു, അല്ലാഹുവാണ് നിയന്താവെന്ന് അംഗീകരിച്ചു, അല്ലാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനെന്ന് അംഗീകരിച്ചു, അല്ലാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്നതെന്ന് അംഗീകരിച്ചു. എന്നു മാത്രമല്ല, ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ വലാ യംലികൂന ലിഅൻഫുസിഹിം ളർറൻ വലാ നഫ്ആ വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നമുക്ക് ഇങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അല്ലാഹുവിന് പുറമെ അവർ ഇലാഹുകളെ സ്വീകരിച്ചു. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിനെതിരായി അവർ വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഈ ആളുകൾ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. വഹും യുഖ്ലഖൂൻ, അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഒന്നിനെയും സൃഷ്ടിക്കാത്ത, എന്നാൽ അല്ലാഹുവിന്റെ സൃഷ്ടികളായ ചില ശക്തികളെ ഇവർ ഇലാഹുകളായി സ്വീകരിച്ചു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താ ഈ ഇലാഹായി സ്വീകരിക്കൽ? ആകാശമുണ്ടാക്കിയവനാണെന്ന് വിശ്വസിക്കലാണോ? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരായി ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമായി ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നതിന് ന്യായീകരണമായി നമ്മൾ പറയാറുള്ളത് എന്താണ്? നമ്മൾ സമാധാനിക്കുന്നത് എന്ത് വിശ്വസിച്ചുകൊണ്ടാണ്? അല്ലാഹുവാണ് എല്ലാം സൃഷ്ടിച്ചത് എന്നാണ് എന്റെ വിശ്വാസം. അല്ലാഹുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ അല്ലാഹുവാണെന്നാണ് എന്റെ വിശ്വാസം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവനാണ്, എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ ഒരബദ്ധവും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, എന്ന് ഞാൻ സമാധാനിക്കുന്നത്. എന്നാൽ ആലോചിച്ചു നോക്കൂ, ഇവിടെ അല്ലാഹു പറയുന്നു വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അവർ അല്ലാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചു. ആരെയാണ് അവർ ഇലാഹുകളാക്കിയത്? ഒന്നിനെയും സൃഷ്ടിക്കാത്ത, എന്നാൽ സൃഷ്ടികളായ ചിലതിനെ അവർ ഇലാഹുകളായി സ്വീകരിച്ചു. ആ ശക്തികളാണ് സൃഷ്ടാക്കൾ എന്നവർ വിശ്വസിച്ചിരുന്നോ? ഇല്ല.
അവരെല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നോ ഇല്ല? അവരാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് എന്നവർ വിശ്വസിച്ചിരുന്നോ ഇല്ല? അള്ളാഹു ഇല്ല എന്നവർ വിശ്വസിച്ചിരുന്നോ ഇല്ല? മറിച്ച് നേരത്തെ നാം മനസ്സിലാക്കിയ വിശ്വാസങ്ങളൊക്കെ വിശ്വസിച്ച ആളുകളെ പറ്റി അള്ളാഹു പറയുന്നു അവരെ ഇലാഹുകളാക്കി എന്ന് മാത്രമല്ല, വീണ്ടും അള്ളാഹു പറയുന്നു ലാ യംലികൂന ലിഅൻഫുസിഹിം ലറൻ വലാ നഫ്അ. ഇവർ ഇലാഹുകളാക്കി വെച്ചിരിക്കുന്ന ശക്തികൾ, ഇവർ ആരാധ്യരായി വെച്ചിരിക്കുന്ന ശക്തികൾ, ഇവർ ആരാധനക്കർഹരാണ് എന്ന് വിശ്വസിക്കുകയും അങ്ങനെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ അവർക്ക് പോലും ഉപകാരം ചെയ്യാൻ കഴിയാത്തവരാണ്, സ്വയം ഉപകാരം ചെയ്യാൻ കഴിയാത്തവരാണ്, സ്വയം ഉപദ്രവം ചെയ്യാൻ കഴിയാത്തവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിക്കുന്നു. സ്വാഭാവികമായും നാം പരിശോധിക്കണം എന്താണ് പിന്നെ അവരുടെ ജീവിതത്തിലുണ്ടായ ഈ ഇലാഹാക്കൽ. ഇതേ പദങ്ങൾ തന്നെ പ്രയോഗിച്ചുകൊണ്ട്, ഇതേ വാക്കുകൾ തന്നെ പ്രയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിശദീകരിക്കുകയാണ്. വല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. വല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ മറ്റു ചില ശക്തികളോട് ദുആ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവിന് പുറമെ മറ്റു ചില ശക്തികളോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ലാ യഖ്ലുഖൂന ശൈആ, അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, വഹും യുഖ്ലഖൂൻ, അവർ അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അല്ലാഹുവിന് പുറമെ ഇവർ ദുആ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ, അവരെ പറ്റിയാണ് നേരത്തെ അല്ലാഹു പറഞ്ഞതെന്ത്? അവരെ ഇലാഹുകളായി സ്വീകരിച്ചു. അപ്പൊ എന്താ ഇലാഹാക്കൽ? അവരോട് പ്രാർത്ഥന നടത്തുക എന്നതാണ്, അവരോട് ദുആ ചെയ്യുക എന്നതാണ്. വല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അങ്ങനെ അല്ലാഹുവിന് പുറമെ ഇവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ, ലാ യഖ്ലുഖൂന ശൈആ, ഒന്നിനെയും അവർ സൃഷ്ടിച്ചിട്ടില്ല, വഹും യുഖ്ലഖൂൻ, അവർ സൃഷ്ടികളാണ്, അംവാതുൻ, മരിച്ചുപോയവരാണവർ, ഗൈറു അഹ്യാഇൻ, ജീവനില്ലാത്തവരാണവർ, വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് ഖിയാമത്ത് നാളെന്ന് അറിയാത്തവരുമാണവർ. എന്നാണ് ഖിയാമത്ത് നാളെന്നറിയാത്ത, എന്നാണ് ഖിയാമത്ത് നാളെന്നറിയാത്ത, ജീവനില്ലാത്ത, മരിച്ചുപോയ, ഒന്നിനെയും സൃഷ്ടിക്കാത്ത, എന്നാൽ അല്ലാഹുവിന്റെ സൃഷ്ടികളായ ചില ശക്തികളോട് അവർ പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയെ കുറിച്ചാണ്, ആ പ്രാർത്ഥന എന്ന ആരാധനയ അല്ലാഹുവല്ലാത്ത ആളുകൾക്ക് ചെയ്തതിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തേക്ക് കടന്നു വന്ന മറ്റ് ദൂതന്മാരെ പോലെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ജനങ്ങളെ ഏറ്റവും പ്രധാനമായി പഠിപ്പിച്ചത്, ഏതൊരു അല്ലാഹുവിനെയാണോ നിങ്ങൾ റബ്ബായി അംഗീകരിക്കുന്നത്, ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഏതൊരു റബ്ബിനെയാണോ റബ്ബായി നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്, മർറബ്ബുസ് സമാവാതി സബ്, ഏഴാകാശങ്ങളുടെ റബ്ബാരെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏതൊരു അല്ലാഹുവിനെയാണോ പറയുന്നത്, റബ്ബുൽ അർശിൽ അലീം ആരെന്ന് ചോദിക്കുമ്പോൾ ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ പറയുന്നത്, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ആരാണ് സൂര്യചന്ദ്രന്മാരെ സംവിധാനിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ആരാണ് ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ആരാണ് ഭൂമിയിൽ നിന്ന് ചെടികൾ മുളപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്, ഏതൊരു റബ്ബിനെയാണോ നിങ്ങൾ പറയുന്നത്, ഏതൊരു അല്ലാഹുവിന്റെ പേരാണോ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്, വഖാല റബ്ബുക്കും, നിങ്ങളുടെ ആ റബ്ബിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ റബ്ബായി അംഗീകരിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ, റബ്ബാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ, വഖാല റബ്ബുക്കും, ആ റബ്ബിതാ പ്രഖ്യാപിക്കുകയാണ്, ആ റബ്ബിതാ നിങ്ങളോട് പറയുകയാണ്, ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. റബ്ബാണെന്ന് അംഗീകരിച്ചാൽ പോരാ, റബ്ബാണെന്ന് പറഞ്ഞാൽ പോരാ, റബ്ബാണെന്ന് പ്രഖ്യാപിച്ചാൽ പോരാ, മനസ്സിൽ റബ്ബാണ് എന്ന് ഉറപ്പുണ്ടായാൽ പോരാ, മറിച്ച് എന്തുകൂടി ഉണ്ടാകണം? നിങ്ങൾ പ്രഖ്യാപിക്കണം, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്?
ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണം. ആ റബ്ബ് നിങ്ങളോട് പറയുന്നത് എന്താണ്? ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. തീർന്നില്ല. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ആ റബ്ബിനെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി മാറിയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദ്യരായ നിലയിൽ അവർ നരകത്തിൽ പ്രവേശിക്കും. എന്തിനെ പറ്റിയാ ഇവിടെ അള്ളാഹു ആരാധന എന്ന് പറഞ്ഞത്? ഉദുഇനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക എന്ന. ഉദുഇനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക. അങ്ങനെ എന്നോട് പ്രാർത്ഥിക്കാതിരിക്കുക എന്നത് എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് അഹങ്കാരം കാണിക്കലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന അത് ആരാധനയാണ്. പ്രാർത്ഥന അത് ആരാധനയാണെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കത് പറഞ്ഞിട്ട് തെളിവായി ഓതിയത് ഈ ആയത്താണ്. ഈ ആയത്ത് ഓതിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ അത് പഠിപ്പിക്കുന്നത്. എന്ത്? പ്രാർത്ഥന ആരാധനയാണ്. അപ്പോ ഈ ആരാധനയായ പ്രാർത്ഥന അത് അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശം. അത് പറയാനാണ് അള്ളാഹുവാണ് ശ്രദ്ധാവെന്ന്, നിയന്താവെന്ന്, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവനെന്ന്, കൈകാര്യകർത്താവെന്ന് ഒക്കെ അംഗീകരിച്ച സമൂഹത്തിന് ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചപ്പോ, പ്രാർത്ഥനയുടെ, നേർച്ചയുടെ, വഴിപാടുകളുടെ, അതേപോലെ ചില ആരാധനകളുടെ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചപ്പോ അത് പാടില്ല. ഇതൊക്കെ അള്ളാഹുവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ, ഇതൊക്കെ അള്ളാഹുവാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങൾ പ്രഖ്യാപിക്കുന്നതെങ്കിൽ, തീർച്ചയായും ആ അള്ളാഹുവിനോടായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന, ആ അള്ളാഹുവിനായിരിക്കണം നിങ്ങളുടെ ആരാധന എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അത് തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചവരോട്, അള്ളാഹുവാണ് റബ്ബ് എന്ന ആ റബ്ബിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചവരോട് ആരാധനയുടെ കാര്യത്തിലുള്ള ഏകത്വത്തിന്റെ പ്രഖ്യാപനമായിരുന്നു തൗഹീദുൽ ഉലൂഹിയ്യത്തിന്റെ പ്രഖ്യാപനം. റുബൂബിയ്യത്ത് പോരാ, റബ്ബാണെന്ന് അംഗീകരിച്ചാ പോരാ, ഇലാഹായി കൂടി ആ അള്ളാഹുവിനെ അംഗീകരിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. എന്താ കാര്യം? ലോകത്തുള്ള കഴിഞ്ഞുപോയ നബിമാരൊക്കെ അവരുടെ ജീവിതവും അവരുടെ മാർഗവും അവരുടെ സന്ദേശവും അതാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക. മുൻകഴിഞ്ഞു പോയ നബിമാർ അവർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരായിരുന്നില്ലേ? വിശുദ്ധ ഖുർആനിൽ ആ നബിമാരുടെ ചരിത്രം വിശദീകരിക്കുന്നു. ഇവിടെയാണ് നാം നമുക്ക് അബദ്ധം സംഭവിച്ചു എന്ന് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ചിലരൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം ഒരിക്കൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ പ്രഖ്യാപിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാ ഒരാൾ ചൊല്ലിയാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ അബദ്ധം വരുമോ? പിന്നെ അയാളുടെ ജീവിതത്തിൽ എങ്ങനെ അബദ്ധം വരും? അയാളുടെ ജീവിതത്തിൽ എങ്ങനെ ശിർക്ക് വരും? അത് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ ഒന്ന് ചൊല്ലിയാ പിന്നെ, ലാ ഇലാഹ ഇല്ലല്ലാ ഒന്ന് പറഞ്ഞാ പിന്നെ ജീവിതത്തിൽ ശിർക്ക് വരുമോ? അങ്ങനെ അബദ്ധം വരുമോ എന്ന് സംശയിക്കുന്നവരുണ്ട്. എന്നാൽ അവർക്ക് മറുപടിയായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചു വെക്കുകയാണ്, ലാ തഖൂമു സ്സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. എന്തിനാ മുജാഹിദീങ്ങൾ തൗഹീദ് പറയുന്നത്? എന്തിനാ മുജാഹിദികൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയുന്നത്? മുസ്ലിങ്ങൾ മാത്രമുള്ള പ്രദേശങ്ങളിൽ കടന്നു വന്ന് ആളുകളെ മുശ്രിക്കാക്കാൻ, ആളുകളെ കാഫിറാക്കാൻ, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ, ആളുകൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ, അതിനുവേണ്ടിയല്ലേ ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രഭാഷണങ്ങൾ, തൗഹീദിന്റെ പ്രഭാഷണങ്ങൾ മുജാഹിദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്, എന്ന് ചോദിച്ചുകൊണ്ട് നോട്ടീസ് ഇറക്കുന്നവരുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, മുജാഹിദികൾ ഈ ആദർശം പ്രബോധനം ചെയ്യാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖിന്റെ വാക്കാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിനുള്ള താക്കീത് എന്ന നിലയിൽ പഠിപ്പിച്ചു, ലാ തഖൂമു സ്സാഅ,
പ്രിയ